വിഷു ടൈം ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗത്ത് വെസ്റ്റ് ഫ്രാൻസിലെ ലൂർദ് എന്നറിയപ്പെടുന്ന ഒരു ചെറിയ പട്ടണത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ പൈറനീസ് മൗണ്ടെയിൻ്റെ താഴ്വരയിലായിട്ടാണ് ലൂർദ് സ്ഥിതി ചെയ്യണേ. സ്പെയിനും ഫ്രാൻസുമായിട്ടുള്ള ബോർഡറാണ് ഈ സ്ഥലം. ലോകപ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ അവർ ലേഡി ഓഫ് ലൂർദിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇന്ന് ഈ ദേവാലയം സന്ദർശിക്കാനാണ് നമ്മുടെ ഈ യാത്ര. പരിശുദ്ധ മാതാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ ഈ ദേവാലയം നിർമ്മിച്ചത്. അപ്പോൾ ഇതിനാസ്പദമായി സംഭവം നടക്കുന്നത് 1858 അന്ന് ലൂർദിൽ താമസമാക്കിയിരുന്ന ബെർണഡറ്റ് എന്ന ഒരു കുട്ടി അവളുടെ അനിയത്തെയും കൂട്ടുകാരെയും കൂട്ടി കാട്ടിൽ വിറക് പെറുക്കാൻ പോയി. കാട്ടിൽ വിറക് പെറുക്കിക്കൊണ്ടിരുന്ന ബെർണഡറ്റിൻ്റെ മുന്നിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. 18 പ്രാവശ്യം ഇതുപോലെ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ മാതാവിൻ്റെ ആവശ്യപ്രകാരമാണ് ഇവിടെ ഈ ദേവാലയം സ്ഥാപിച്ചത്. മുന്നിൽ കാണുന്നതാണ് അവർ ലേഡി ഓഫ് ലൂർദ് ദേവാലയം. 3 നിലയിലായിട്ടാണ് ദേവാലയം ഉള്ളത്. ഇവിടെ വെച്ചാണ് മാതാവ് ബെർണഡറ്റിന് പ്രത്യക്ഷപ്പെട്ടത്. ഇന്നിതൊരു ഗ്രോട്ടാണ്. മാതാവിൻ്റെ രൂപം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. മാതാവിൻ്റെ രൂപത്തിന് ഇടതുവശത്തായിട്ടൊരു അരുവിയുണ്ട് പാറയുടെ അടിയിലായിട്ട്. അത് മാതാവിൻ്റെ നിർദ്ദേശപ്രകാരം ബെർണഡറ്റ് കുഴിച്ചപ്പോൾ തുടങ്ങിയൊരു അരുവിയാണ്. ഈ അരുവിയിലെ ജലം ഇപ്പോഴും ജനം വിശ്വാസത്തോടെ കുപ്പികളിലൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പലർക്കും അതിൽ നിന്ന് രോഗശാന്തി ലഭിച്ചിട്ടുണ്ട്. മാതാവിൻ്റെ ഗ്രോട്ടോയിലുള്ള അരുവിയിൽ നിന്നുള്ള വിശുദ്ധജലമാണ് ഈ പൈപ്പുകളിൽ വരുന്നത്. അപ്പോൾ അത് കുടിക്കേണ്ടവർക്കും അത് കൊണ്ടുപോകേണ്ടവർക്കും ഒക്കെ ഇവിടെ നിന്ന് അത് എടുത്തുകൊണ്ട് പോവാം. ഇടതുവശത്ത് കാണുന്ന ബിൽഡിങ്ങിലാണ് ബാത്ത് ഉള്ളത്. അതായത് ഇപ്പം നിങ്ങൾക്ക് വിശുദ്ധ ജലത്തിൽ മുങ്ങി കുളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോവാം. അവിടെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. മുന്നിൽ കാണുന്നിടത്ത് കുരിശിൻ്റെ വഴിയുടെ 14 സ്ഥലങ്ങളും കല്ലി കൊത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കേണ്ടവർക്ക് ഈ ഭാഗത്തേക്ക് പോകാൻ പറ്റും. നേർച്ചയായിട്ട് മെഴുതിരിയൊക്കെ കത്തിക്കേണ്ടവർക്ക് ഇവിടെയാണ് കത്തിക്കേണ്ടത്. അതിനുവേണ്ടി ഒരു സ്പെസിഫിക് സ്ഥലം അവരുണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ നാട്ടിൽ ചെയ്യണ പോലെ പള്ളിക്കകത്ത് മെഴുതിരി കത്തിക്കണ പോലെ രീതി ഇവിടെ ഇല്ല. എല്ലാ മെഴുതിരിയും ഈ ഭാഗത്തായിട്ടാണ് കത്തിച്ചു വെച്ചിരിക്കുന്നത്. മുകളിലത്തെ ദേവാലയത്തിലേക്ക് പോകാനുള്ള വഴിയാണിത്. അപ്പോൾ സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്കും അല്ലെങ്കിൽ വീൽ ചെയറിൽ വരുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ചെരിഞ്ഞ വഴി സൈഡിൽ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അതിലേ വരാം.
ഇതാണ് ദേവാലയത്തിൻ്റെ ഒന്നാമത്തെ നില. പക്ഷെ ശരിക്കും ദേവാലയം സ്ഥിതി ചെയ്യണ മുകളിലത്തെയും ഇതിൻ്റെ താഴത്തെയും നിലയിലായിട്ടാണ്. ലേഡി ഓഫ് ലൂർദ് ദേവാലയം വർഷത്തിലെ എല്ലാ ദിവസവും തുറന്നിരിക്കുന്ന ദേവാലയമാണ്. 24 മണിക്കൂർ ഇത് തുറന്നാണ് ഇരിക്കുന്നത്. ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയാണ് ഇവിടെ ശരിക്കും തിരക്ക് കൂടുന്നത്. ആ സമയത്ത് ഇവിടെ ഇൻ്റർനാഷണൽ മാസൊക്കെ ഉണ്ടാവാറുണ്ട്. സൺഡേയും വെനസ്ഡേ ആണ് നടത്താറ്, രാവിലെ 9:30. അപ്പോൾ ഈ പള്ളിക്ക് അടുത്തായിട്ട് തന്നെ ഒരു ഹാളുണ്ട്, അവിടെ വെച്ചാണ് ഇൻ്റർനാഷണൽ മാസ് നടക്കുന്നത്. അതുകൂടാണ്ട് രാത്രി 9 മണിക്ക് ടോർച്ച് ലിറ്റ് പ്രൊസഷൻ ഉണ്ട്. മാതാവിൻ്റെ രൂപം എഴുന്നള്ളിച്ചുകൊണ്ട് മെഴുതിരി കത്തിച്ചു പിടിച്ച് എല്ലാവരും കൊന്തയൊല്ലി ഒരു പ്രദക്ഷിണമുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഒത്തിരി പേര് ഇവിടെ വരാറുണ്ട്. ഏകദേശം ഒരു വർഷം 6 മില്യൺ ആൾക്കാരാണ് ഇവിടെ വരുന്നത്. ഇതൊരു ചാപ്പലാണ്, 2 നിലയുടെ ഇടയ്ക്കായിട്ടുള്ളൊരു ചാപ്പൽ പോലെയാണ്. ആദ്യം ഇതായിരുന്നു മെയിൻ പള്ളി. ഇവിടെയായിട്ടാണ് ഇപ്പോൾ സെയിൻറ്റ് ബെർണഡിൻ്റെ ചാപ്പലും ഉള്ളത്. ഇതിൻ്റെ മുകളിൽ, അതായത് ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ബസിലിക്ക ഓഫ് വിർജിൻ മേരി. ഏറ്റവും താഴത്തെ നിലയാണ് ബസിലിക്ക ഓഫ് റോസറി. ഏറ്റവും മുകളിലത്തെ നിലയിലുള്ള ബസിലിക്ക ഓഫ് ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷനിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. വിർജിൻ മേരിയുടെ പേരിലുള്ള ദേവാലയമാണത്. ബസിലിക്കയിൽ ഈവനിങ് ഹോളി മാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂടിയതിന് ശേഷം ഞങ്ങളിപ്പോൾ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, താഴത്തെ ദേവാലയത്തിൽ പോകാൻ വേണ്ടി. പാരീസിലെ CDGയും ഓർലി 2 എയർപോർട്ടിൽ നിന്നും ഇവിടേക്ക് ഡെയിലി സർവീസ് ഉണ്ട്. കൂടാണ്ട് ലണ്ടൻ, മിലാൻ, റോം അവിടെ നിന്നൊക്കെ ഡെയിലി സർവീസ് ഉണ്ട്. ലൂർദിലെ എയർപോർട്ട് ലൂർദ് ടൗണിൽ നിന്ന് 10 കിലോമീറ്റർ പുറത്തായിട്ടാണ്. നിങ്ങൾ ട്രെയിനിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ലൂർദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ടുള്ള ബസ് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നടന്നു എത്താം, അധികം ദൂരമില്ല. നവംബർ പകുതിയിലാണ് ഞങ്ങൾ ലൂർദിൽ വന്നത്, അതുകൊണ്ടാണ് ഇവിടെ തിരക്കില്ലാത്തത്. പക്ഷേ ആ സമയത്ത് വരുന്നതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും തീരെ ഉണ്ടാവില്ല, എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്, അവരുടെ ഓഫ് സീസണാണ്. അപ്പോൾ ബസിലിക്ക ഓഫ് റോസറിയിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അൺടിൽ ദെൻ ബൈ.